ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம பனி மூவிலேருந்து சீன் 5 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 4 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக விசிட் பண்ணி பாருங்கள். இன்னும் வந்து பார்த்தீங்கன்னா நம்ம சேனலில் வந்து பார்த்தீங்கன்னா நிறைய வந்து மூவி வந்து ரியாக்ட் பண்ணியிருக்கோம். எல்லாத்தையும் போய் செக் பண்ணுங்கள். இப்போ லாஸ்ட்டாக வந்து பார்த்தீங்கன்னா கூட வந்து மார்க்கோ மூவி வந்து நம்ம ஃபுல் மூவி நம்ம ரியாக்ட் பண்ணோம். பட்டாசானா வேற லெவல் மூவி. மிஸ் பண்ணிடாதீங்க, போய் பாருங்க. அதுக்கப்புறம் இன்னும் வந்து பார்த்தீங்கன்னா டர்போ, ஆவேசம், நிறைய மூவி சொல்லிட்டே போகலாம். நிறைய மூவி நம்ம ரியாக்ட் பண்ணி தொடர்ந்து வந்து அப்லோட் பண்ணியிருக்கோம். உங்களுக்கு எந்த மூவி என்ன சீன்ஸு வேணும்னு சொல்லிட்டு கமெண்ட் பாக்ஸில் அதோட லிங்கோட வந்து பார்த்தீங்கன்னா ஷேர் பண்ணால் கண்டிப்பாக அதையும் நம்ம ரியாக்ட் பண்ணிடுவோம். பனி மூவியில் வந்து லாஸ்ட்டாக வந்து அந்த எப்படி ஜோ ஜார்ஜோட அவங்க ஒய்ஃப் இது அவங்கள வந்து பார்த்தீங்கன்னா துன்புறுத்துவாங்க. அதோட வந்து பார்த்தீங்கன்னா சீன் வந்து கட் பண்ணியிருப்போம். அடுத்து என்ன பண்ண போறாங்களோ என்னன்னு சொல்லிட்டு தெரியல. வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலாம். கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம அந்த பெல் ஐக்கன் அழுத்திட்டு ஆள்னு போட்டுங்க. அப்போ நான் போகிற வீடியோ உங்களுக்கு உடனே வரும். இப்போ வாங்க வீடியோக்குள்ள போகலாம். எவ்வளோ கோவம் இருக்கும் அவருக்கு மோடி. ஓ, ஆம்புலன்ஸ்லாம் வந்துருச்சு. ഡോക്ടർ സന്ധ്യയും ഭാര്യയും വന്നിട്ടുണ്ട്. എല്ലാവരും അകത്തുണ്ട്. மருமகனுக்கு மரியாதை. ഓയ്യോ, ഏട്ടാ എന്താടാ പറ്റിയേ? ഇന്നലെ സൂപ്പർ മാർക്കറ്റിലെ രണ്ട് പിള്ളേരായിട്ട് ഇരിക്കൊരു ചെറിയ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരത് വിട്ടില്ലായിരുന്നു. അവള് വല്ലാതെ പേടിച്ചു. നമ്മളുടെ ബാൽക്കണിയില് അവരുടെ പോട്ടെ. ആ, എപ്പോ വന്നു? കുറച്ചേരായി. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എന്റെ മോള് പേടിച്ചു പോയോ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അനുവാദം ഇല്ലാതെ നമ്മളുടെ ദേഹത്ത് ആരെങ്കിലും ഒന്ന് തൊട്ടാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ ഭയങ്കര പാടാ. ശരിക്കും ഇതൊരു ആക്സിഡന്റ് അല്ലേ? നമ്മളെ ഒരു കാറോ ബസ്സോ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകാലം ഓടിയില്ലേ? അതുപോലെ ഒരു ആക്സിഡന്റ്. എന്റെ മോൾ അങ്ങനെ കരുതിയാൽ മതി.
ആരോ പറഞ്ഞ പോലെ ഒരു കുളി കഴിഞ്ഞാൽ ഇതങ്ങ് മറന്നേക്കണം. അല്ലാതെ ജീവിതകാലം മുഴുവനും ഇതും കൊണ്ട് നടക്കരുത്. വല്ലതും കഴിച്ചോ? ഇല്ല, കൊറേ പറഞ്ഞു. എന്താ കഴിക്കഞ്ഞേ? എടാ, ഞാൻ അവളെ 2 ദിവസത്തേക്ക് എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. നിനക്ക് കാണണമെങ്കിൽ അവിടെ ഒന്ന് കാണാം. എന്തേ? ദിവസனா நாளா மாசமா? ഗിരി, ഇത് നീ മനസ്സിൽ നടക്കരുത്. നിന്റെ കയ്യിലാവന്മാരെ കിട്ടും, ചതച്ചേക്കണം. ഇനി എല്ലാവരും ഇങ്ങോട്ട് പോരെ, ഭാര്യയും ഭർത്താവും കൂടി സംസാരിച്ചോട്ടെ. വാ വാ. சரியான நடிப்பு. നോക്കിയോ, ഇതൊക്കെ മനസ്സിന്ന് വിട്ടേക്ക. செம்ம மியூசிக். செம்ம பிஜிஎம். இன்ட்ரவலா? എങ്ങനെ കണ്ടുപിടിക്കാൻ? എടാ, നമുക്ക് പോലൊരു സ്ഥലമില്ലല്ലോ. അവന്മാരെ നമുക്ക് കാണാം, അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. നമുക്ക് ഈ ബൈക്കൊന്ന് മാറണം. ഹെൽമെറ്റും റെഡി, തമാശയിലിരിക്കണേ. ഇനി എങ്ങാനൊരു പണി കിട്ടിയ അതിനപ്പുറത്തൊരു പണി കൊടുത്തിട്ട് നേരെ നമുക്ക് ബീഹാർ പിടിക്കാം. അപ്പൊ റുക്കുവായാണുള്ളത്. പുറത്തെ CCTV ഫുട്ടേജസിലൊന്നും അവന്മാരില്ല. അകത്തേല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വളഞ്ഞവന്മാരാ. ഞാൻ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് ഫോട്ടോ അയക്കുന്നുണ്ട്. എന്താരാണെന്ന് അന്വേഷിക്കേണ്ട, ആരോടും ഒന്നും പറയണ്ട. എന്ത് ഗുണം കാണിച്ചിട്ടാണെങ്കിലും ഇമാരെയും ഇമാരുടെ കൂടെയുള്ള എല്ലാത്തിനും കൊല്ലണം. എല്ലാത്തിനും കൂടി ഇറങ്ങിക്കോ. ഓക്കെ ഓക്കെ, ആ ശരി. ഞാൻ ഇറങ്ങുക. ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. സൂപ്പർ മാർക്കറ്റിലെ ഫുഡേക്ക് എടുക്കും. ഒന്നും പുറത്ത് പോകരുത്, നീ പുറത്ത് അറിയരുത്. നമുക്ക് പോലീസുകാരെ ഒന്ന് ഡീൽ ചെയ്യണം. എന്താ നിനക്ക് പേടിയുണ്ടോ? അങ്ങനെ കൂടായിട്ടിരിക്കുക, നമുക്ക് കൈകാര്യം ചെയ്യാം. എനിക്കെന്താ വല്ലാത്ത ഡേവിഡ്. നീ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, ഞാൻ നോക്കണം. നീ അവനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും.
കോൺഫറൻസിലായിരുന്നു. നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, അച്ഛൻ പറഞ്ഞിരുന്നു. നമുക്കിത് ഒഫീഷ്യലി മൂവ് ചെയ്താലോ? വേണ്ട. അല്ല, ഡിപ്പാർട്ട്മെന്റ് ഫുൾ അത് സപ്പോർട്ട്. വേണ്ട. പ്രകാശേട്ടാ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇതിൽ ഇടപെടണം. എല്ലാവരും അകത്ത് വെച്ചു. ചേട്ടാ അകത്തോട്ട് കൊടുക്കണം. அவ்வளோ கடுப்பு, அவ்வளோ கோவத்தில் இருக்காரு. அம்மாடி கையில் கிடைச்சாங்க. ഫോട്ടോ അയച്ചിട്ടുണ്ട്. നമ്മളെ പിള്ളേർക്ക് ഒന്ന് അയച്ചോണ്ട്. ഫോണിൽ ചെക്ക് ചെയ്ത് അതെല്ലാവരും അയച്ചോണ്ട്. കുറെ നേരം ഒന്ന് നോക്കിയതാ. എന്താണ് എന്താ എന്തേ ആ വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഹോൾഡ് ചെയ്യട്ടാ, നോക്കട്ടെ. ஐயோ அவரை பாரு. ஐயோ എത്തി. ഓക്കേ, നല്ല കോളാണല്ലോ. ആവട്ടെ. പവറേജ് പവറേജ്. ഗുഡ് ജോബ്. ஐயோ ചോറ രക്തത്തിക്ക് ചോറ. സാറേ, ഇവന്മാരെ നമ്മൾ വെക്കുന്നതിന് മുമ്പ് അവർ നോക്കിയിരിക്കും. നാളെ എന്നോട് പറയാൻ നമ്മൾ ഈ സിസ്റ്റമെല്ലാം വെച്ചിട്ട് എന്തിനാ ഇവിടെ ഇരിക്കണേ? പോലീസിന്റെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. അവർ നോക്കിയിരിക്കും. കളക്ടറായിട്ട് ഒരു മാർച്ച് നടക്കുന്നുണ്ട്. വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. ഒന്ന് പോയി നോക്കണം. ഓക്കെ, അത് സാർ. ഇയാൾ എന്തിനാ വിളിപ്പിച്ചെന്ന് മനസ്സിലായോ? ഇവരുടെ ഫോട്ടോ കാണാത്ത പോലീസുകാരോ ഗുണ്ടകളോ ഇല്ല. ഇരിക്കും ഫാമിലിക്കും കംപ്ലൈൻസ് ഇല്ലായിരിക്കും. ബട്ട് യു ആർ എ പോലീസ് ഓഫീസർ. ജനത്തിന്റെ വിശ്വാസം പോയാൽ ഈ പണിക്ക് ഒരു വിലയില്ല. ചുമ്മാ യൂണിഫോം ഇട്ട് ആൾക്കൊന്ന്. ഈ ദേവി മാത്രമേ ഉള്ളൂ ഇപ്പൊ ലൈവായിട്ട്? അതെ, അവരൊരു ടീമാണ് സാറേ. ഈ ഗിരിയാണ് മെയിൻ പാർട്ടി. ഇവന്മാരെ എനിക്കറിയാം. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ ഈ ഗിരി ഏതോ ഒരു കോളേജിൽ കയറി ഒരു പെണ്ണിന് വേണ്ടി വിഷയം ഉണ്ടാക്കിയ ഒരു കേസ് ഉണ്ടായിരുന്നു. ചുമ്മാ ഷൈൻ ചെയ്യാൻ. ആ പെണ്ണെ തന്നെ കല്യാണം കഴിച്ചത്. കുട്ടികൾ ഇല്ല. അതെന്താ? അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ചോദിക്കായിരുന്നില്ലേ? ചോദിക്കാം സാർ. അപ്പൊ എന്നാ ചോദിച്ചിട്ട് വന്നാ മതി. സാറേ, ഈ പറയുന്ന ഗിരി, സജയ്, കുരുവിള, ദേവി ഇവരൊന്നും ചില്ലറ കാശിനായി ഗുണ്ടായിസം ചെയ്യുന്നവരല്ല. എന്റെ അറിവില് ആളൊന്നൊക്കെ 20-25 ലക്ഷം രൂപ റെന്റ് മാത്രം കിട്ടും. ബിസിനസ് വേറെ. ഇവരെല്ലാവരും കേരള ഓർമ്മ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഈ ഗിരി, സജിയും കസിൻസ്. കുരുവിളയും ദേവി അങ്ങ് കോട്ടയത്തുകാരാണ്. ഇവിടെ പഠിക്കാൻ വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയി. ദേവി ഇവിടെ പഠിച്ച ജയ കല്യാണം കഴിച്ചു. കുരുവിള ഗിരിയുടെ പെങ്ങളെയും കെട്ടി. അവരെല്ലാവരും ഒരു കുടുംബം പോലെയാണ് സാറേ. അവരായിട്ട് ഒരു പ്രശ്നത്തിനും പോകാറില്ല. ഇനി അങ്ങോട്ട് കയറി ചെന്നാൽ അവർക്ക് വിടാറുമില്ല. ഭയങ്കര അഹങ്കാരികളാണ് സാറേ. പോലീസിനൊന്നും ഒരു പേടിയില്ല. എനിക്ക് ഇഷ്ടമുള്ള അവന്മാർ. ഒരുപാട് കേസുണ്ട് സാറ്. ഇക്കാര്യത്തിൽ അവർക്ക് കേസുണ്ടെങ്കിലും അവന്മാർ പണി തുടങ്ങിയിട്ടുണ്ടാവും സാറേ. അതിനുള്ള എല്ലാ സെറ്റപ്പും ഇൻഫ്ലുവൻസും അവന്മാർക്ക്. അതോടെ പുറത്തന്വേഷിച്ചപ്പോൾ അവന്മാർക്ക് ഇങ്ങനെ കൂട്ടുകാരും ഇല്ല. അതുപോലെ തന്നെ പോകാനും മറ്റു സ്ഥലങ്ങളുമില്ല. ആ ATM മർഡർ കേസിന്റെ അന്വേഷണത്തിൽ അവിടുത്തെ CCTV കംപ്ലൈന്റ് ആയതിന്റെ തൊട്ട് മുമ്പിലത്തെ വിഷയത്തിൽ അവന്മാർ പെട്ടിട്ടുണ്ട്. അവന്മാർ മനഃപൂർവ്വം കംപ്ലൈന്റ് ആക്കിയതാ, അതുറപ്പാ. അത് മാത്രമല്ല, റൗണ്ടിൽ പാർട്ടി സമ്മേളനത്തിൽ വെച്ചിരുന്ന ഒരു സ്പീക്കർ അവന്മാർ അഴിച്ചുകൊണ്ട് പോയി ATM ഒപ്പിക്കൊണ്ട് വെച്ചു. ആ സൗണ്ട് ഓപ്പറേറ്റർമാർ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടത്. അത് മനഃപൂർവ്വം സൗണ്ട് കേൾക്കാതിരിക്കാൻ അവന്മാർ ചെയ്തതാ. അവർ സ്പീക്കർ അഴിച്ചുകൊണ്ട് പോകുന്നതിന്റെ വിഷ്വൽസ് തൊട്ടടുത്ത കടയിൽ CCTV കിട്ടി. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡോറ് ഷിജുവാ ATM മർഡർ ചെയ്തിരിക്കുന്നത്. ശരി സാറേ, ഞാൻ വിളിക്കാം. ഇമാരെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാം? നീ എന്താടേ ഈ പറഞ്ഞു? അറിയാമെങ്കിൽ ഞാൻ പറയൂലേ. ഞാൻ തന്നെ ഈ വിവരം ഞെട്ടിയിരിക്കുന്നു. 1.5 കൊല്ലം ഇവന്മാരെ എൻ്റെ കൂടെ നിൽക്കണം. ഇവന്മാര് നമ്മുടെ പഴയ കഥയൊക്കെ ചോദിക്കാൻ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ദേവി കയ്യിൽ കിട്ടിയവന്മാരെ വെച്ചേക്കരുതിട്ടാ.
അച്ഛനൊന്നും അടിക്കും. നിനക്ക് എങ്ങനെയാടാ അമ്മേരെ അറിയാമേ? ഇവന്മാരുടെ അടുത്ത് പണിയും ചോദിച്ചു വന്നിട്ടുണ്ട് ഡേവിഡാ. എന്ത് പണി? ചെറിയൊരു കൊട്ടേഷ്. ഡേവിഡിനെ പോലെയല്ല, നമ്മുടെ പെരിങ്ങാവ് അമ്പലത്തിൽ ഒരു ചെറിയ ഡീലായിട്ട് ഞാൻ ഉമ്മാരെ കൊണ്ട് പോയിട്ടുണ്ട്. അന്നാണ് മനസ്സിലായത് ഉമ്മാരെ നല്ല വിളക്കൂതികളാണ്. വല്ല പണി വല്ല വെപ്പിക്കാനാണെങ്കിൽ എന്നോട് പറഞ്ഞോ, നല്ല ക്ലീൻ ആയിട്ട് ചെയ്തേക്കടേ വീടാ. ഏതാടാ ഇമാരൊക്കെ? ഞങ്ങള് ജോയി സാറിന്റെ ടീംസാ. ഇതാ മറ്റേ ഷിബു, ഞാൻ വിജയ്. നിന്റെ പേരാ ചോദിച്ചേ? ജൂഡൻ. അപ്പൊ വിജയോ? വെയിറ്റിംഗ് മാറ ജൂഡൻ. ജോയി സാർ ഇട്ടാന്ന പേരാ. പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഗുഡ് നെയിം ചൂസ് ചെയ്താണ് ഡേവിഡാ. പിള്ളേരുടെ ഇടയിലൊക്കെ നല്ല പണി കിടക്കണ്ട്. അയ്യോയ്യോ അയ്യോയ്യോ சூப்பர் சூப்பர் சூப்பரா இருக்கு. அவங்க வந்து அவங்கள துன்புறுத்தி வந்து பார்த்தீங்கன்னா, ரொம்பவே கஷ்டப்படுத்தி வந்து காயம் வந்து படுத்திட்டாங்க. எல்லாரும் வந்து பார்த்துக்கிட்டு இருக்காங்க. அவர் வந்து என்னடா வந்து பண்றது அப்படின்னு சொல்லிட்டு அந்த மனக்குழப்பத்திலே வந்து பார்க்க முடியாம அவர வந்து பார்த்து வந்து கட்டி தழுவி, நீங்க ஓகே தானே அப்படின்னு சொல்லி வந்து கேட்குறாங்க. அந்த அந்த அது சொல்லுவாங்கல்ல, அந்த ஒரு நிமிஷம் வந்து அவருக்கு வந்து அவ்வளோ ஆத்திரம். என்னடா அவ்வளோ ஆத்திரம், சொல்ல முடியாத அளவுக்கு அவ்வளோ ஆத்திரம். அதோட வந்து பார்த்தீங்கன்னா, இன்டர்வல்ல ஆ கூட இருக்கிற ஃப்ரெண்ட்ஸ் வந்து பார்த்தீங்கன்னா, இத நான் பார்த்துக்கலாம் அப்படின்னு சொல்லிட்டு, அவங்க வந்து அபிநயோட சிஸ்டர்ன்னு சொல்லிட்டு நினைக்கிறேன். போலீஸா இருக்காங்க. அ ஆமா. அபிநய் சிஸ்டரா? இல்ல அவங்க கசின் ஃப்ரெண்டான்னு சொல்லுதுல்ல சிஸ்டர். அவங்க வந்து நான் பார்க்குறேன் அப்படின்னா, இல்ல இல்ல நாங்களே பார்த்துக்கிறோம்ன்னு சொல்லிட்டு வந்தாங்க. உடனே வந்து டேவிட் சேட்டன் வந்து எல்லாத்துக்கும் ஆள் அனுப்பி வந்து எல்லாமே ஒவ்வொன்றா வந்து விசாரிச்சுட்டு இருக்காங்க. அடுத்தடுத்து என்ன நகரப்போகுது என்னன்னு சொல்லிட்டு தெரியல. ஆனா வந்து பார்த்தீங்கன்னா, செம்ம காண்டு, செம்ம கோவத்துல இருக்காரு ஜோஜார்ஜ். கையில மாட்டுனாங்கன்னா உருன்னு உரிச்சிடலாம்னு சொல்லிட்டு நினைக்கிறேன். என்ன ஆக போகுது என்னன்னு சொல்லிட்டு அடுத்தடுத்த சீன்ல நம்ம பார்ப்போம். ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாம நீங்க பாத்தீங்கன்னா கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இது போல நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.